സോ അങ്ങനെ നെക്സ്റ്റ് ഡേ മലേഷ്യ. മോർണിംഗ് തന്നെ രാവിലെ എണീച്ചു. ഇങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കോംപ്ലിമെൻ്ററി ഫുഡ് ഓൾറെഡി അലൗഡാണ്. 7:30 to 10 ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിനെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു 8 ആയി. ഞാൻ ഫ്രഷപ്പായി, വിജയം ഫ്രഷപ്പായി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഫുഡ് കഴിച്ചുകൊണ്ട് ഈ സ്റ്റേ സ്റ്റാർട്ടിങ്. കഴിച്ചിട്ട് തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു. ഇനി അടുത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങാം. ഇപ്പോൾ എന്താ ഇന്നെന്ന് പറയുന്നത് ഒരു ജെഡിൻ ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് യാത്ര. അതിനിടയ്ക്ക് വെച്ചിട്ട് ബട്ടു കേവാണ്. അവിടെ ബാത്തു കേവ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മുരുകൻ്റെ വലിയ സ്റ്റേച്ച് ഉള്ള സ്ഥലമല്ല. അവിടേക്ക് കയറിയിട്ട് നേരെ ജെഡിൻ ഹൈലാൻഡിലേക്ക് പോകും. സിറ്റിയൊക്കെ ഓണം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വണ്ടേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വർക്കിന് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ക്ലൈമറ്റ് കുഴപ്പമില്ല, വെയിലൊന്നും അത്ര ചൂടില്ല റൈറ്റ് നൗ. നമുക്കുള്ള ക്യാബാണ് ഈ കിടക്കുന്നത്. എല്ലാവരും ക്യാബിൽ കയറി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ബാറ്റു കേവല്ലേ? നേരെ ബാറ്റു. ഇവിടുത്തെ ബൂട്ടാക്കെ മേളിൽ കയറണം. ഒരു 250ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് കയറേണ്ടത്. ബുരിഗാറിൻ്റെ ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വരുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു ക്ഷേത്രം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് ഒരു ജഡായുവിൻ്റെ ഒരു പ്രതിമയും കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവിടെ ഒന്ന് പോയി കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ.
മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രതിമയാണ്. 140 അടി ആണ് അതിൻ്റെ ഏകദേശം ഉയരം വരുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പ് 250ഓളം സ്റ്റെപ്പ് കയറിയാലാണ് നമ്മൾ ശരിക്കുള്ള കേവിലേക്ക് എത്തുന്നത്. കേവിനുള്ളിലെ ടെമ്പിൾ. നിസ്സാരമല്ല കേട്ടോ, 250 സ്റ്റെപ്പും പിന്നെ ഈ ചൂടത്ത് കയറിയ പിന്നെ പൈസ കണ്ടോ, ഫുള്ള് വേർത്ത് കുളിച്ചൊക്കെ അയക്കുന്നത്. പക്ഷേ വന്ന് കയറിയപ്പോൾ കണ്ട വ്യൂസ് ഉണ്ടല്ലോ, സൂപ്പർ. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അടുത്ത വഴി കൂടെ മേലോട്ട് അടുത്ത് വീണ്ടും എന്തോ സ്റ്റെപ്പുണ്ട്. പ്രോബ്ലം അതും ടെമ്പിളായിരിക്കാം. അതെ, മുകളിലും മുരുകൻ്റെ അമ്പലം തന്നെയാണ്. അവിടെ അഭിഷേകം പോലുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുക, പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും കുറേ നേരം കഴിഞ്ഞു ഇവിടെ വന്നിട്ട്, ടൈം കളയണ്ട. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല. നമുക്കൊരു 15 മിനിറ്റ് ഉണ്ട് തറേ.
ടൗണിലെത്തണം. 11 മണിക്ക് എല്ലാവരും വരുമെന്ന് വിശ്വസിക്കുന്നു. ക്രൗഡ് എന്ന് പറയുന്നത് ആ അപ്പുറത്തിരിക്കുന്ന കുരങ്ങനല്ലേ, അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ കുരങ്ങൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ്. മറ്റൊരു കേവും കൂടെ ഉണ്ട്, ഡാർക്ക് കേവ് എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് അമ്പലം കാണത്തില്ല, അതുകൊണ്ടാവാം. കേവിൻ്റെ പുറത്തിറങ്ങിയിട്ട് വരികയാണ്. നോർമലി ടെമ്പിളിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഷോർട്സ് പാടില്ല, സ്കേർട്ട്, മുസ്ലിം മേലിലാണെങ്കിൽ മുണ്ടെന്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വലിയ റെസ്ട്രിക്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനെല്ലാം മോസ്റ്റ്ലി കയറിയത് പോലെ തന്നെയാണ്. വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. നമ്മളിത് കയറുമ്പോൾ ഷൂസ് ഒന്ന് മാറ്റിയിട്ട് കയറുക, അത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ടായിട്ട് അല്ലാതെ ഒരു റെസ്ട്രിക്ഷനും ഇവിടെ ഇല്ല. അമ്പലത്തിൽ കയറുന്നവർക്ക് അമ്പലത്തിൽ കയറാം, അല്ല കേവ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേവ് എക്സ്പ്ലോർ ചെയ്ത് പോവാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് സൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാർണിംഗ് കാണുന്നത് നോ സ്മോക്കിംഗ് ഏരിയയാണ്. നോ സ്മോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റോ ഇലക്ട്രോണിക് സിഗരറ്റോ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇവിടെ ആദ്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം ശരിക്കും മഹാവിഷ്ണു വെങ്കടേശ്വരൻ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കയറിയ ടെമ്പിളിൽ അവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ്. അതിൻ്റെ മേളിൽ 2 ഫ്ലോറായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഗണപതി, മേളിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. ഏറ്റവും മേളിൽ, അതായത് മലയ്ക്ക് മേളിലാണ് മുരുകൻ്റെ 2 ക്ഷേത്രം. ഇനി നേരെ ഇവിടെ നിന്ന് അടുത്തൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ജെൻറ്റിങ് ഐലാൻഡ് നമ്മൾ ഓൾറെഡി ലേറ്റായി, 12 മണി തന്നെ ആയിട്ടുണ്ട്. ജെൻറ്റിങ് ഐലാൻഡിൽ നിന്ന് 5 മണിക്ക് തിരിച്ചിറങ്ങണം. അപ്പോൾ നോക്കട്ടെ, നേരെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, അത് കഴിഞ്ഞിട്ട് ഇതാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. എന്താ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി കണ്ടിട്ട് ഇറങ്ങണം. വാച്ചിൻ്റെ കളക്ഷനാണ്, ഒരുപാട് വാച്ച് കളക്ഷൻ കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാച്ചിൻ്റെ കളക്ഷനായിരുന്നു. ഇനി ബാക്ക് ടു ക്യാബ്, ബാക്കിലൂടെയൊക്കെ വരും. കഴിഞ്ഞിട്ട് നേരെ ജെൻറ്റിങ് ഐലാൻഡ്.